നേരത്തെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് വീണ്ടും ആവർത്തിക്കാനാണ് ഇന്ന് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതായത് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ PSC പിരിച്ചുവിടാൻ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറാകണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, പിണറായി ഭരണത്തിന് കീഴിൽ PSCയിൽ നടന്നിട്ടുള്ള എല്ലാ ക്രമക്കേടുകളെക്കുറിച്ചും CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. PSCയെ പൂർണ്ണമായും മാർക്സിസ്റ്റ് പാർട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. സഹകരണ സ്ഥാപനങ്ങളിലെ പാർട്ടി നേതാക്കളെയും കേഡറുകളെയും പാർട്ടി നേതൃത്വത്തിൽ സ്വാധീനമുള്ളവരെയും തിരികെ കയറ്റിയതുപോലെയാണ് ഇടത് ദുർഭരണകാലത്ത് PSCയിലും നിയമനം നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, സാമ്പത്തിക ഇടപാടുകളും നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് BJP ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇത് ഗുരുതരമായ സംഭവം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടും പ്രതിപക്ഷത്തിരുന്നപ്പോൾ PSC നടത്തിയ പരീക്ഷകളെക്കുറിച്ച്, മൂല്യനിർണ്ണയത്തെക്കുറിച്ച്, അതേപോലെ റാങ്ക് പട്ടിക തയ്യാറാക്കിയതിനെക്കുറിച്ചും നിയമനത്തെക്കുറിച്ചും ഗുരുതരമായ ആരോപണങ്ങൾ നിയമസഭക്കകത്തും പുറത്തും ഉന്നയിച്ച മുഖ്യമന്ത്രി VD സതീശൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും മൗനം പാലിക്കുന്നത്? നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും തമ്മിൽ ചില അന്തർധാരകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ കസേരയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്, പദവിയിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും മുഖ്യമന്ത്രിയായി. പക്ഷേ ആ അന്തർധാര ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് PSCയിലെ തട്ടിപ്പുകളെക്കുറിച്ച്, ക്രമക്കേടുകളെക്കുറിച്ച്, തീവട്ടിക്കൊള്ളയെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്. ഇപ്പോൾ ആകെ നടത്തുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം നമ്മുടെ ഏറ്റവും ഒടുവിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകളെക്കുറിച്ച് മാത്രമാണ്. ആ ക്രമക്കേടുകളെന്ന് പറയുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ്. ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, കേരളത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ, ഉദ്യോഗാർത്ഥികളുടെ ഭാവിയാണ് ഈ PSC എന്ന് പറയുന്നത്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ പ്രതീക്ഷയോടുകൂടിയാണ് പബ്ലിക് സർവീസ് കമ്മീഷനെ കാണുന്നത്. പക്ഷെ ആ പബ്ലിക് സർവീസ് കമ്മീഷനിലാണ് തീവട്ടിക്കുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണം മാത്രമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആസൂത്രണ ബോർഡിൽ ചീഫ് നിയമനത്തിൽ നടത്തിയ പരീക്ഷ, അതിലൊരു നിയമനം മാത്രമാണ് നടന്നതെങ്കിലും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്, ഒരു CPMന്റെ പ്രമുഖനായ നേതാവിന് വേണ്ടിയിട്ട് 10 ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തിയില്ല. ആ 10 ചോദ്യങ്ങളിൽ ഈ പാർട്ടി സഖാവ് 4 എഴുതാതെ വിട്ടു, 6 എന്തൊക്കെയോ കുറിച്ചിട്ടു. ഇത് മൂല്യനിർണ്ണയം നടത്തിയിരുന്നുവെങ്കിൽ ഈ പാർട്ടി സഖാവിന് ഈ ജോലി കിട്ടില്ല. അപ്പോൾ പാർട്ടി സഖാവിന് ജോലി കിട്ടാൻ മൂല്യനിർണ്ണയത്തിൽ നിന്നും 10 ചോദ്യങ്ങളെ മാറ്റി.
ഇത് പുറത്തു വന്നു. ഇതുപോലെ എത്ര തട്ടിപ്പുകൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്നിട്ടുണ്ട്. മാത്രമല്ല ഇത് PSC ചെയർമാനും 2 CPM അനുകൂല പ്രതിനിധികളുമാണ് ഇന്റർവ്യൂവിൽ പങ്കെടുത്തത്. അപ്പോൾ PSC ചെയർമാൻ അതുപോലെ CPMന്റെ 2 പ്രമുഖരായ ആളുകൾ ഇന്റർവ്യൂവിൽ പങ്കെടുത്തവർ ഈ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ്. CPMന്റെ നിർദ്ദേശമില്ലാതെ ഈ തട്ടിപ്പ് നടത്തില്ല. അപ്പോൾ CPMനും ഇതിൽ പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും. അതിലെല്ലാം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വ്യക്തമായ പങ്കുണ്ടാവും. മാർക്സിസ്റ്റ് SFIയുടെ, DYFIയുടെ, CPMന്റെ നിരവധി പോഷക സംഘടനകളുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർ, അവരുടെ ബന്ധുക്കൾ, അവരിൽ സ്വാധീനമുള്ളവർ നിയമവിരുദ്ധമായിട്ട് 10 വർഷത്തിനുള്ളിൽ നിയമനം നേടിയിട്ടുണ്ട്. ഈ നിയമനത്തിന്റെ പിന്നിൽ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായ പരിഗണനയുണ്ട്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ആരെയാണോ നിർദ്ദേശിച്ചത് അവർക്കായിരിക്കും നിയമനം കിട്ടിയിട്ടുണ്ടാവുക. ഇപ്പോൾ രാഷ്ട്രീയ പരിഗണന ഇതിൽ ഭാഗമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വ്യാപകമായി സാമ്പത്തിക ഇടപാടുകൾ മാർക്സിസ്റ്റ് പാർട്ടിയും DYFIയും ഇതിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. ഇതെല്ലാം പുറത്തു വരണമെങ്കിൽ ഒരു കേന്ദ്ര ഏജൻസിയായ CBIയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ സാധിക്കൂ. മടിയിൽ കനമുള്ളവരെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ എന്നാണ് നമ്മുടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയായ സമയത്ത് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെടുന്നു, അന്നത്തെ മുഖ്യമന്ത്രിയായ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനോട് BJP ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഈ 10 വർഷത്തെ നിയമനത്തെ സംബന്ധിച്ച് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഭരണകൂടത്തോട് പറയാൻ ധൈര്യം കാണിക്കുമോ? അല്ലെങ്കിൽ പറയണം, അഭിപ്രായം എന്താണെന്ന് പറയണം.